പരമശിവ പത്നിയാകുവാൻ കൊതിച്ച് തപസ്സനുഷ്ഠിക്കുവാൻ പോയ മകളുടെ ദാരുണമായ അവസ്ഥ ഹിമവാനെയും പത്നിയെയും ദുഃഖത്തിലാഴ്ത്തി. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഹിമവാന്റെ മറ്റൊരു പുത്രിയായ കാളി ബാല്യം പിന്നിട്ടു. ഒരു നാൾ അവൾ മാതാപിതാക്കളെ സമീപിച്ച് തൻ്റെ ആഗ്രഹം അറിയിച്ചു. അമ്മേ, ഭഗവാൻ ശിവന്റെ പത്നിപദം ഞാൻ കൊതിക്കുന്നു. ജ്യേഷ്ഠത്തിമാരുടെ പാത പിന്തുടർന്ന് തപസ്സിനായി ഞാൻ പുറപ്പെടുകയാണ്. എന്നെ അനുഗ്രഹിച്ചാലും. കാളിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവളുടെ മാതാപിതാക്കൾ ഞെട്ടിപ്പോയി. ഇതേ ആഗ്രഹത്തിന് മുമ്പ് 2 തവണ വഴങ്ങിക്കൊടുത്തവരാണ് തങ്ങൾ. അതിന്റെ ഫലമായി ബ്രഹ്മദേവന്റെ ശാപത്താൽ 2 പുത്രിമാരെയും തങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. 3ാമത്തെ മകളെയും ആ വിധിക്ക് നൽകണമോ? ഇല്ല, യാതൊരു കാരണത്താലും അത് അനുവദിക്കുന്നതല്ല. അവർ ചിന്തിച്ചു. മേന ഭർത്താവിനോട് അപേക്ഷിച്ചു. നാഥ, മകളുടെ ശാഠ്യത്തിനങ്ങ് വഴങ്ങരുതേ. പുത്രിമാരുടെ നല്ല ഭാവിക്കായി അവരുടെ ശാഠ്യത്തിന് നാം 2 തവണ വഴങ്ങിക്കൊടുത്തു. നമ്മുടെ പ്രിയ പുത്രിമാരായ രാഗിണി സന്ധ്യാരാഗവും കുടില നദിയുമായി മാറി. ഇന്ദ്രനീല സദൃശ്യങ്ങളായ കാളിയുടെ ഗതി ഇനി എന്താണെന്ന് ആരറിഞ്ഞു? ഇല്ല ഭവാൻ, അങ്ങ് അനുവദിക്കുമെങ്കിൽ പോലും ഇക്കാര്യത്തിൽ കാളിക്ക് എന്റെ അനുവാദം കിട്ടുകയില്ല. ഹിമവാൻ ചിന്തയിലാണ്ടു. മേനയുടെ വാക്കുകളിൽ തുടിക്കുന്ന മാതൃവാത്സല്യം തനിക്ക് ഊഹിക്കാവുന്നതാണ്. എന്നാൽ തന്റെ പുത്രിയായ സതീദേവി അവതാരം കൊള്ളുമെന്നും അവൾ പരമശിവ പത്നിയായി തീരുമെന്നും ആദിപരാശക്തി അനുഗ്രഹം നൽകിയതല്ലേ? തന്റെ ജ്യേഷ്ഠപുത്രിമാർ 2 തപസ്സനുഷ്ഠിച്ച് ശാപത്തിനിരയായി. അതിനാൽ 3ാമത്തെ പുത്രിയായ കാളിക്കും ആ അവസ്ഥ സംജാതകമാകുമോ എന്ന് മേന ഭയക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ കാളിയാണ് സതീദേവിയുടെ അവതാരം എന്ന് വരികിൽ അവളെ തപസ്സിൽ നിന്നും തടയുന്നതിന് ദേവാജ്ഞ ധിക്കരിക്കലല്ലോ. പിതൃവാത്സല്യം ധർമ്മയുക്ത വിചാരവും ഹിമവാനെ കുഴക്കുകയും ചെയ്തു. ഈ സമയം ഇങ്ങനെ ഒരു അശരീരി ഉണ്ടായി. പർവ്വത ശ്രേഷ്ഠ, താങ്കളുടെ ആശങ്കകൾ ഉപേക്ഷിക്കുക. കാളിക്ക് ഭഗവാനെ തപസ് ചെയ്യുവാനുള്ള അനുവാദം നൽകുക. ഹിമവാൻ ചുറ്റും നോക്കി. ആരാണിങ്ങനെ പറഞ്ഞത്? അദ്ദേഹം സമീപസ്ഥനായിരുന്ന മേനയെയും കാളിയെയും ശ്രദ്ധിച്ചു. അശരീരി അവർക്ക് കേൾക്കുവാൻ കഴിഞ്ഞില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ദേവിയുടെ നിയോഗം തന്നെയാണ് അതെന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുറച്ച് ഹിമവാൻ തന്റെ പ്രിയ പത്നിയെ സ്വാന്തനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. പ്രിയേ, നീ എന്തിനിത്രയേറെ ആകുലയാകുന്നു? നമ്മുടെ പുത്രിമാരുടെ വിധിയായിരുന്നു അതെന്ന് നീ ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ്? കാളിക്ക് ആഗതി വരുമെന്ന് ഭവതി ചിന്തിക്കുന്നത് മാതൃവാത്സല്യം മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. ദേവി, ഭയപ്പാടകറ്റി കാളിക്ക് തപസ്സിനുള്ള അനുവാദം നൽകുക. മേനയുടെ തടസ്സവാക്കുകളെ ഹിമവാൻ ഖണ്ഡിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ദേവി അർദ്ധമനസ്സോടെ തപസ്സിന് അനുവാദം നൽകി. ആനന്ദത്തോടെ കാളി മാതാപിതാക്കളെ വന്നിച്ച ശേഷം തപസ്സിനായി പുറപ്പെട്ടു. കാളി തപസ്സിനായി പുറപ്പെട്ടതോടെ മേനയുടെ ചിന്താഗതി മാറി തുടങ്ങി. കാളിയെ തപസ്സിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ അവർ തീർച്ചയാക്കി. ഒരു ദിവസം ഹിമവാൻ അറിയാതെ മേന കാളി സബദത്തിലേക്ക് പോയി. മാതാവിനെ കണ്ട കാളി ഓടി വന്ന ആ പാദങ്ങളിൽ നമസ്കരിച്ചു. മകളെ, തഴുകി അണച്ചുകൊണ്ട് മേന പറഞ്ഞു. മകളെ, നീ ഏകയായി ഇവിടെ വസിക്കുന്നതോർത്ത് എനിക്ക് യാതൊരുവിധ മനസ്സമാധാനവുമില്ല. പുത്രി, നിന്റെ തപസ് ഭഗവാനെ പ്രസാദിപ്പിക്കുവാനുള്ളതാണ്. ആരാലും പരമശിവന്റെ ബ്രഹ്മചര്യം അവസാനിപ്പിക്കുവാൻ കഴിയുകയില്ല. മകളെ, നീ മടങ്ങി വരിക. ശിവമന്ത്രം ജപിക്കുന്ന പുത്രിയെ ചുംബിച്ചുകൊണ്ട് മേന തുടർന്നു പറഞ്ഞു. മകളെ, ഒരു മാതാവിന്റെ ദുഃഖം നീ അറിയുക. നീ അനുഷ്ഠിക്കുന്ന തപസ്സിന് സമാനമായ തപസ്സിൽ ഏർപ്പെട്ടതിനാൽ 2 പുത്രിമാരെ എനിക്ക് നഷ്ടമായി. ഓമനെ, നിന്നെയും എനിക്ക് നഷ്ടപ്പെടരുത്. നീ മടങ്ങുക. അമ്മയുടെ ആകുലതകൾ മനസ്സിലാക്കിയ കാളി ഉമ എന്ന് മാത്രം മറുപടി നൽകി. ഈ സമയം ഇപ്രകാരം ഒരു അശരീരി ഉണ്ടായി. മാതാവിന്റെ സ്നേഹനിർഭരമായ നിർബന്ധത്തിന് പോലും കാളിയുടെ ദൃഢനിശ്ചയത്തെ ഇളക്കുവാൻ കഴിഞ്ഞില്ല. മാതാജ്ഞയ്ക്കും ഉമ എന്ന് മറുപടി നൽകിയ കാളി ഇന്നു മുതൽ ഉമ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. ഹേ മേനാദേവി, താങ്കൾ ഉമയെ തപസ്സിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് വ്യർത്ഥമാണ്. അവിടുന്ന് സ്വസ്ഥമായി മടങ്ങുക. പ്രപഞ്ച ശക്തികൾ ഏവരും ഉമയുടെ തപസ്സിന് കാവലായി ഉണ്ടാകും. ഇനി അവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കിയ മേനാദേവി ദുഃഖഭാരത്തോടെ മടങ്ങി. മാതാവിന്റെ ആജ്ഞയിലും ലംഘിച്ച് കാളി അന്നു മുതൽ ഉമ എന്ന പുണ്യനാമത്തിലും പ്രശസ്തിയായി തീർന്നു. അടുത്തത് ഹിമവാൻ രത്നമില്ലാത്തവനായി തീർന്ന കഥയാണ്. തുടരും.